ഹായ് ഗൈസ്, ഞാനിപ്പോൾ ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. വയനാട് തിരുനെല്ലിയിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് ട്രക്കിങ് തുടങ്ങുന്നത്. ബ്രഹ്മഗിരി ടൂറിസത്തിൻ്റെ വെൽക്കം ടു ബ്രഹ്മഗിരി ടൂറിസം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. സമയം 7:30 മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ ടൈം സ്ട്രിക്റ്റ്. ഒരു 3 മണിയൊക്കെ ആവും നമ്മൾ തിരിച്ച് ഇവിടെ ഇറങ്ങാൻ. ഓക്കെ, യാത്ര തുടങ്ങിയിട്ട് വെറും കുറച്ചേ ആയിട്ടുള്ളൂ. മനോഹരമായ കായ്. അതൊരു മരം നോക്കി. ഇതാണ് വയനാട് ഫോറസ്റ്റ്. ചലോ, നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കയറ്റം തുടങ്ങുകയാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് വീണ്ടും ഒരു അരുവി. വാ, എന്താ കാഴ്ച! വലിയൊരു പാറ. ഒരു നരി. എന്താ ടോപ്പ് മുകളിൽ നമ്മൾ ബാണാസുര മലേൻ്റെ അടുത്തെത്താനായി. അപ്പം നമ്മൾ ബ്രഹ്മഗിരി മലനിരകളിലെ അടുത്തേക്ക് പോവുകയാണ്. ആ കാണുന്ന മലയുടെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടുന്ന് നമ്മൾ ഇതിലൂടെ ചുറ്റിയിട്ട് അങ്ങനെ പോവുക ചെയ്യുക. എത്തേണ്ട സ്പോട്ട് ഇതാ കാണുന്നത്. നമ്മൾ പകുതി എത്തി. ഗൈഡ് കണ്ട പോകുന്നത്. ഇനിയും ഉണ്ട്. ഇനിയൊരു മല കടന്ന് അപ്പുറത്തെത്തണം. ഇവിടെ പരുന്ത് പറക്കുന്നത്. വാ, കിടൽ എങ്ങനെയുണ്ട്? പരുന്ത് പറക്കുന്നുണ്ടാ? ഇതിലൂടെ യാത്ര വീണ്ടും നമ്മൾ മലയിൽ കയറുന്നു. കിടിലൻ തന്നെ. വാ, ഇതാണ്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ഇവരുണ്ടാക്കിയത്. കണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ ആദ്യം എന്തായാലും മുകളിലല്ലേ പോകേണ്ടത്. അപ്പോൾ മലേൻ്റെ മുകളിൽ പോവാം. എന്നിട്ട് അപ്പോൾ നമ്മൾ ബ്രഹ്മഗിരി ട്രക്കിങ്ങിലാണ്. നമ്മുടെ ഗൈഡാണ്. കാണിക്കണം, മുഖം കാണിക്കണം. പേരെന്നാ? രഞ്ജിത്ത്. ഈ ബ്രഹ്മഗിരി ട്രക്കിങ്ങിനെ കുറിച്ച് എന്താ? ഇത് എത്ര ദൂരമാണ്? പക്ഷി ഇനി എത്ര ദൂരമുണ്ട്? 5 കിലോമീറ്റർ ഉണ്ടോ? ചൂണ്ടടാ. ആ, കിട്ടില്ലെന്ന് തന്നെയല്ലേ. ഇനിയും കുറേ കയറാനുണ്ട്. കണ്ട, നമ്മളിത് വന്ന വഴി കാണിച്ചു തരാം. എന്താ പൊന്നു.
ആ അതെ. ഈ മല കയറി കുറച്ച് ടഫാണ് കണ്ട. ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ വന്ന് ഇച്ചിരി പാറയും പിന്നെ ഇച്ചിരി അത്ര വലിയ ബുദ്ധിമുട്ടില്ല. കുറച്ച് കയറ്റല്ലേ, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇതാണ്. ഒരാൾക്കാർ വരുന്നുണ്ട്, ഞങ്ങളുടെ വലിയൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്, കയറി കയറി വരുന്നുണ്ട്. നമ്മുടെ വാച്ച് ടവർ. ആ അത് വിദേശത്ത്. കാരണം ഇനിയും ഈ ഒരു മല കഴിഞ്ഞ് ഇനി 2 മല കാണണം. എന്നാലും നമ്മൾ ആ കോടമഞ്ഞിലാണ് അവിടെ എത്തും. ക്ലൗഡ് മേഘങ്ങളുടെ മേലെ. ഇനിയും താഴെ പോയിട്ട് കയറി വരാം. വൈഡായിട്ടുള്ള വേണ്ട ഈ ഒരു വ്യൂ. ഓക്കെ ഓക്കെ അല്ലേ? മോളെത്തിയിട്ട് വിശന്നിട്ട് വെള്ളമില്ല, ഭക്ഷണമില്ല. അപ്പോൾ മുന്നിൽ പിടിച്ചിട്ട് ഇവിടം വരെ എത്തിയാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൂങ്ങിക്കാൻ വരുന്നത്. ആ സ്റ്റോപ്പിലെത്തിയിട്ട് അതിൻ്റെ മുകളിൽ ആ മുനയിൽ വരെ ആണിപ്പം പറയുന്നത്. ഇപ്പോൾ അവിടെ കയറ്റില്ല. പറയാണ്ട് ഫോട്ടോ എടുക്കും. അതെ, നല്ല ഫോട്ടോ അറിയാണ്ട് എടുത്തപ്പോൾ എന്തിരുന്ന ഭയങ്കര എറിപിടിക്കും. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഇപ്പോഴും കോടമഞ്ഞ് പോയിട്ടില്ല. ചെറുങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാഴ്ച കാണാം. പക്ഷെ നിറച്ചും കോടമഞ്ഞായതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ച ഉണ്ടായി. ആണ് എങ്ങനെയുണ്ട്?